കത്തോലിക്ക വിശ്വാസമനുസരിച്ച് ദൈവമാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന മറിയത്തെ ആദരവോടെ യേശുവിന്റെ അമ്മ എന്ന നിലയിൽ ഒരു മധ്യസ്ഥയായിട്ടാണ് സഭാവിശ്വാസികൾ കാണുന്നതെങ്കിലും ലോകത്തെ പാപത്തിൽ നിന്നും വീണ്ടെടുക്കാൻ യേശുവിനെ മറിയം സഹായിച്ചിരുന്നോ എന്ന ചർച്ചകൾ നൂറ്റാണ്ടുകളായി പണ്ഡിതന്മാർക്കിടയിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ എല്ലാ പഠനങ്ങൾക്കും വിരാമമിട്ടുകൊണ്ട് വത്തിക്കാൻ ഒരു ശാസനം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ പറയുന്നതിങ്ങനെയാണ്: മറിയത്തെ ഇനി സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കരുത്. കാരണം യേശു മാത്രമാണ് ലോകത്തിന്റെ രക്ഷകൻ. ഇതോടെ പതിറ്റാണ്ടുകളായി മുതിർന്ന സഭാ പണ്ഡിതരെ ആശയക്കുഴപ്പത്തിലാക്കിയ ഒരു ആന്തരിക ചർച്ചയ്ക്കാണ് അവസാനമായിരിക്കുന്നത്. യേശു തന്റെ കുരിശുമരണത്തിലൂടെയും ഉദ്ധാനത്തിലൂടെയും മനുഷ്യരാശിയെ പാപത്തിൽ നിന്നും രക്ഷിച്ചുവെന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം. എന്നാൽ മരിയൻ ഭക്തിയുടെ ഭാഗമായി ചിലരൊക്കെ പ്രസംഗങ്ങളിലും പ്രാർത്ഥനകളിലും പരിശുദ്ധ കന്യകാമറിയത്തെ സഹരക്ഷകയെന്നും എല്ലാ കൃപകളുടെയും മധ്യസ്ഥയെന്നും വിശേഷിപ്പിച്ചു. സോഷ്യൽ മീഡിയയുടെ കടന്നുവരവോടെ ഈ മഡോണ കൾട്ട് കൂടുതൽ ശക്തമാവാൻ തുടങ്ങി. മറിയത്തെ വിശേഷിപ്പിക്കുന്ന ഇറ്റാലിയൻ പദമാണ് മഡോണ. മറിയത്തോടുള്ള തീവ്രഭക്തി പ്രകടിപ്പിക്കുന്ന ഈ ആരാധന രീതി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും സോഷ്യൽ മീഡിയ വഴി വ്യാപിക്കുന്നുണ്ട്. ഇതോടെ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം എന്ന ലേബൽ മറയാക്കി പലരും സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി സ്വന്തമായ ആരാധനാ രീതികളും തീവ്രമായ മരിയൻ ഭക്തിയും പ്രചരിപ്പിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വിശ്വാസ പഠനങ്ങളുടെ കാര്യാലയം ലിയോ 14 മാർപ്പാപ്പയുടെ അനുവാദത്തോടെ മേറ്റർ പോപ്പുലി ഫിഡലിസ് എന്ന ഡിക്രി പുറത്തിറക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം യേശു തന്റെ അമ്മയായ മറിയത്തിൽ നിന്നും ജ്ഞാനവാക്കുകൾ കേട്ടിരിക്കാം എന്ന് പറയുന്നുണ്ടെങ്കിലും ലോകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ മറിയം യേശുവിനെ സഹായിച്ചിട്ടില്ലെന്ന് വത്തിക്കാൻ വ്യക്തമാക്കി. മറിയത്തിന് സഹരക്ഷക എന്ന പദവി നൽകുന്നതിനെ പരേതനായ ഫ്രാൻസിസ് മാർപ്പാപ്പയും ശക്തമായി എതിർത്തതാണ്. ഒരു ഘട്ടത്തിൽ ഇങ്ങനെയൊരു ആശയം ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പോലും മാർപ്പാപ്പ പ്രതികരിച്ചിരുന്നു. അവൾ ഒരിക്കലും തന്റെ മകനിൽ നിന്നും ഒന്നുമെടുക്കാൻ ആഗ്രഹിച്ചിരുന്നില്ലെന്നും കഴിഞ്ഞ ഏപ്രിലിൽ അന്തരിച്ച ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നു. ഫ്രാൻസിസ് പാപ്പയുടെ മുൻഗാമിയായ ബെനഡിക്ട് 16 ഈ പദവിയെ എതിർത്തു. അതേസമയം അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ജോൺ പോൾ 2 മറിയത്തെ ഒരു സഹരക്ഷകയായിട്ടാണ് കണ്ടിരുന്നത്. പക്ഷേ 1990കളുടെ മധ്യത്തിൽ ഡോക്ട്രിനൽ ഓഫീസ് ഈ ആരാധന രീതിയിൽ സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങിയതോടെ ഇത്തരമൊരു പദവി പരസ്യമായി ഉപയോഗിക്കുന്നത് സഭ നിർത്തിവച്ചു. തുടർന്ന് നടന്ന ചർച്ചകൾക്കും പഠനങ്ങൾക്കുമുള്ള അന്തിമ ഉത്തരം കൂടിയാണ് ഇപ്പോൾ വത്തിക്കാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ മനുഷ്യരാശിയും കാത്തിരുന്ന വീണ്ടെടുപ്പിന്റെ വാതിലുകൾ തുറന്നവളാണ് മറിയം. ദൈവത്തിനും മനുഷ്യവർഗത്തിനും ഇടയിലുള്ള ഒരു മധ്യസ്ഥയെന്ന നിലയിൽ മറിയത്തിനുള്ള പങ്കിനെയും വത്തിക്കാൻ എടുത്തുകാട്ടുന്നുണ്ട്. അതേസമയം ഇതൊരു പ്രഖ്യാപനമല്ലെന്നും മുൻപേ തന്നെ പിന്തുടർന്നിരുന്ന മരിയൻ ഭക്തിയിൽ ഒരു വ്യക്തത വരുത്തുക മാത്രമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത് എന്നും സീറോ മലബാർ സഭാ വക്താവ് ഫാദർ ആന്റണി വടക്കേക്കര 24 പ്രതികരിച്ചു. വത്തിക്കാന്റെ പ്രബോധനത്തിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത്, മാതാവിനെ അഭിസംബോധന ചെയ്യേണ്ടത് വിശ്വാസികളുടെ മാതാവ് എന്ന രീതിയിലോ ആത്മീയ മാതാവ് എന്ന തരത്തിലോ വിശ്വാസ ജനതയുടെ അമ്മ എന്ന തരത്തിലോ ആയിരിക്കണം. അല്ലാതെ സഹരക്ഷക എന്ന് വിളിക്കുന്നത് ശരിയല്ല. യേശുക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. മറ്റൊന്ന്, എല്ലാ കൃപകളുടെയും മധ്യസ്ഥ എന്ന് മറിയത്തെ അഭിസംബോധന ചെയ്യരുത് എന്നതാണ്. നമുക്ക് വേണ്ട എല്ലാ കൃപകളും നൽകുന്നത് യേശുക്രിസ്തുവാണ്. മാതാവിനെ നമ്മൾ ആരാധിക്കുന്നില്ല, മറിച്ച് ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു എന്ന് മാത്രം. എന്നാൽ ഇത് തന്നെയാണ് സഭയുടെ ആദ്യം മുതലെയുള്ള നിലപാട് എന്നും നിലവിലെ വത്തിക്കാൻ ഉത്തരവ് മരിയൻ ഭക്തിയിൽ കൂടുതൽ വ്യക്തത വരുത്തുക മാത്രമാണ് ചെയ്തതെന്നും ഫാദർ ആന്റണി വടക്കേക്കര പറഞ്ഞു. അതേസമയം അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയ വഴി ചില തീവ്ര മരിയൻ ഭക്തി വ്യാപകമായി പ്രചരിക്കുന്നുണ്ടെന്നും അത് കത്തോലിക്കർക്കിടയിൽ ആശയക്കുഴപ്പം വരുത്തിയേക്കാമെന്നും മേറ്റർ പോപ്പുലി ഫിഡലിസ് എന്ന ഈ ഡിക്രിയുടെ ആമുഖത്തിൽ വത്തിക്കാന്റെ സിദ്ധാന്ത കാര്യാലയത്തിന്റെ പ്രിഫെക്റ്റായ കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ സോഷ്യൽ മീഡിയ യുഗത്തിൽ കന്യാമറിയത്തിന്റെ പ്രത്യക്ഷീകരണം പോലുള്ള അമാനുഷിക പ്രതിഭാസങ്ങളെ ചുറ്റിപ്പറ്റി നടക്കുന്ന തട്ടിപ്പുകൾ വത്തിക്കാൻ നിരീക്ഷിക്കുകയും പ്രത്യക്ഷീകരണം അംഗീകരിക്കാനുള്ള നിയമങ്ങൾ കഴിഞ്ഞ വർഷത്തോടെ കൂടുതൽ കർശനമാക്കുകയും ചെയ്തിരുന്നു.